2025 മേടം, ഇടവം, മിഥുനം മാസങ്ങളിൽ ജനിച്ച പൂയം നക്ഷത്രക്കാർക്ക്. നക്ഷത്രം പൂയമാണ്. ജനിച്ച മാസം അറിയാൻ ഒരു ഫെബ്രുവരി 1-നാണ് ജനിച്ചതെങ്കിൽ കലണ്ടർ നോക്കിയാൽ ഫെബ്രുവരി 1 മലയാള മാസം കിട്ടും. ഇനി മേടമാസം ജനിച്ചവരുടെ ഫലം നോക്കാം. മേടമാസം ജനിച്ചവർക്ക് ജാനുവരി മാസം പൊതുവെ ബിസിനസ്സിന് നല്ലതാണ്, വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്, ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ്, പൊതുപ്രവർത്തനങ്ങൾക്ക് പറ്റിയതാണ്, കുടുംബപരമായ സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്, അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ്, യാത്രകളും പോകാൻ ഉല്ലാസയാത്രകൾക്കെല്ലാം പറ്റിയതാണ്, കേസ് വഴക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും, ആരോഗ്യപരമായിട്ട് നല്ലതാണ്, ടെസ്റ്റ് ഇൻ്റർവ്യൂ പോലെയുള്ളതിനും നല്ലതാണ്, മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും. പക്ഷേ പെട്ടെന്നുള്ള ചില ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും തട്ടിമുട്ടിയോ അങ്ങനത്തേനെല്ലാം ചെറിയ ഒരു സാധ്യത അല്ലെങ്കിൽ ശത്രുതയോ തടസ്സങ്ങളോ ചിലപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കണ്ടേക്കാം. അത്ര കാര്യമായിട്ടില്ല. ഫെബ്രുവരി മാർച്ച് മാസങ്ങൾ പൊതുവെ ഫെബ്രുവരി മാർച്ച് മാസം പൊതുവെ ബിസിനസ്സിന് നല്ലതാണ്, വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്, ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ്, പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയ മാസമാണ്, സമൂഹത്തിലൊരു അംഗീകാരമെല്ലാം കിട്ടും, കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും, കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലതാണെങ്കിൽ പെട്ടെന്ന് ഇതേപോലെയുള്ള ചില ആരോഗ്യ പ്രശ്നം എന്തെങ്കിലും തട്ടിമുട്ടി അതിനുള്ളൊരു ചെറിയ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഫെബ്രുവരി മാസം ദാമ്പത്യപരമായ കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല, വിവാഹ കാര്യങ്ങൾക്കെല്ലാം ചെറിയ തടസ്സങ്ങൾ കാണും. മാർച്ച് മാസം അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കണം. ചിലപ്പോൾ ട്രാൻസ്ഫറെല്ലാം ഉണ്ടായേക്കാം, യാത്രകളെ കൊണ്ട് ചെറിയ പ്രയാസങ്ങളെല്ലാം ഉണ്ടായേക്കാം. അച്ഛനും ഗ്രാൻഡ് പാരൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം മാർച്ച് മാസം മാത്രം നല്ലതല്ല. ഏപ്രിൽ മെയ് മാസം ജോലി കിട്ടാം, പ്രമോഷൻ കിട്ടാം, പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. ബിസിനസ്സിന് നല്ലതാണ്, വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്, പൊതുപ്രവർത്തനങ്ങൾക്ക് പറ്റിയതാണ്, സമൂഹത്തിൽ അംഗീകാരമെല്ലാം കിട്ടും, കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും, സഹോദരാദികൾക്കെല്ലാം നല്ലതാണ്, കുടുംബപരമായ സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് വ്യക്തിപരമായിട്ടെല്ലാം നല്ല മാസമാണെങ്കിൽ അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കുറച്ച് മോശമായിട്ട് കാണുന്നുണ്ട്. യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ, അതേപോലെ തന്നെ ആരെങ്കിലും പറ്റിക്കാനോ ചതിയിൽപ്പെടാനോ പണം അനാവശ്യമായി നഷ്ടപ്പെട്ടുവോ കളവോ ഇതിനെല്ലാം സാധ്യതയുള്ളൊരു മാസം കൂടിയാണ്. അച്ഛനും മക്കൾക്കും ഗ്രാൻഡ് പാരൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല. ചിലപ്പോൾ ട്രാൻസ്ഫറെല്ലാം ഉണ്ടായേക്കാം. ജൂൺ മാസം ബിസിനസ്സിന് നല്ലതാണ്, വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്, ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ്, പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്, സമൂഹത്തിലൊരു അംഗീകാരമെല്ലാം കിട്ടും, കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. പക്ഷേ അച്ഛനും മക്കളും ഗ്രാൻഡ് പാരൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല. യാത്രകളെ കൊണ്ട് ചെറിയ പ്രയാസങ്ങളെല്ലാം ബുദ്ധിമുട്ടെല്ലാം ചിലപ്പോൾ ഉണ്ടായേക്കാം. സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യം, പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല. ചിലപ്പോൾ ട്രാൻസ്ഫർ ഉണ്ടായേക്കാം. ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെ പണം നഷ്ടപ്പെട്ടു പോകാതെ എല്ലാം സൂക്ഷിക്കണം. ജൂലൈ മാസം സഹോദരാദികൾക്കും മാതാവിനുമെല്ലാം നല്ലൊരു മാസമാണ്. പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു മാസമാണ്. വിദ്യാഭ്യാസപരമായി കുടുംബപരമായി സാമ്പത്തികപരമായി എല്ലാം നല്ല മാസമാണ്. വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമാണ്. വീട് നിർമ്മാണത്തിന് പറ്റിയ മാസമാണ്. പക്ഷേ ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെ എല്ലാം സൂക്ഷിക്കണം. പണം അനാവശ്യമായി നഷ്ടപ്പെട്ടു പോകാം. അച്ഛനും മക്കളും ഗ്രാൻഡ് പാരൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല, പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല. ചിലപ്പം ട്രാൻസ്ഫറെല്ലാം ഉണ്ടായേക്കാം. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങൾ പൊതുവെ പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. അതേപോലെ തന്നെ എല്ലാ കാര്യത്തിനുള്ള ഉത്സാഹമെല്ലാം തോന്നും. സഹോദരാദികൾക്കെല്ലാം നല്ലതായിട്ടാണ് കാണുന്നത്. പക്ഷേ അനാവശ്യ ചെലവെല്ലാം ഒന്ന് നിയന്ത്രിക്കണം. അച്ഛനും മക്കളും ഗ്രാൻഡ് പാരൻസും എല്ലാം ഇത് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല.
യാത്രകളെ കൊണ്ട് ചെറിയ പ്രയാസങ്ങളെല്ലാം ഉണ്ടാക്കും. അതുപോലെ തന്നെ കുറച്ച് മനസമാധാനക്കുറവും ടെൻഷനും എല്ലാം ഉണ്ടാക്കുന്നതായിട്ട് കാണുന്നുണ്ട്. സെപ്റ്റംബർ മാസം കേസ് വഴക്കിനൊന്നും പോകരുത്. ടെസ്റ്റ് ഇൻ്റർവ്യൂവിനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം. കുടുംബപരമായും സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായിട്ടും പൊതുവെ എല്ലാവർക്കും കുറച്ച് മോശമായിട്ട് തന്നെയാണ് കാണുന്നത്. ഒക്ടോബർ മാസം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. അതിനുള്ള ഉത്സാഹവും തൻ്റെ എല്ലാം കാണും. സഹോദരാദികൾക്കെല്ലാം നല്ലതാണ്. ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹം എല്ലാം അന്വേഷിക്കുന്നത് കണ്ടെത്തും. പക്ഷേ അലച്ചിലുകൾ, ആരെങ്കിലും പറ്റിക്കോ, ചതിയിൽപ്പെടുക, ഇത്തരം കാര്യങ്ങൾ, വ്യക്തിപരമായ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, അച്ഛനും മക്കളും ഗ്രാൻഡ് പാരൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ല മാസമൊന്നുമല്ല. യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ, ചെറിയ ഭാഗ്യ തടസ്സങ്ങൾ, ടെൻഷനും കാണുന്നു. നവംബർ മാസം പുതിയ കർമ്മങ്ങളിൽ ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. അതിനുള്ള ഉത്സാഹവും തൻ്റെ എല്ലാം കാണും. എല്ലാ കാര്യത്തിലും വിജയിക്കും. കാര്യവിജയമുള്ളൊരു മാസമാണ്. ആരോഗ്യപരമായിട്ട് നല്ലതാണ്. എന്തെങ്കിലും ഓപ്പറേഷനെല്ലാം വേണ്ടിക്ക് പറ്റിയ മാസമാണ്. പക്ഷേ അച്ഛന്, മക്കള്, മാതാവ്, ഗ്രാൻഡ് പാരൻസ് ഇവരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല. വ്യക്തിപരമായിട്ട് അത്ര നല്ലതല്ല. യാത്രകളെ കൊണ്ട് ചെറിയ പ്രയാസങ്ങൾ, ആരെങ്കിലും പറ്റിക്കാനും ചതിയിൽപ്പെടാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ ട്രാൻസ്ഫറെല്ലാം ഉണ്ടായേക്കാം. വേണ്ടാത്ത പ്രശ്നത്തിലൊന്നും കൊണ്ട് വിടരുത്. ഡിസംബർ മാസം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. അതിനുള്ള ഉത്സാഹവും തൻ്റെ എല്ലാം കാണും. സഹോദരാദികൾക്കും നല്ലതാണ്. പക്ഷേ ആരെങ്കിലും പറ്റിക്കാതെയും ചതിയിൽപ്പെടാതെയെല്ലാം ശ്രദ്ധിക്കണം. അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കണം. വേണ്ടാത്ത പ്രശ്നത്തിനൊന്നും തലയിടരുത്. മക്കൾക്കും ഗ്രാൻഡ് പാരൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല. വ്യക്തിപരമായ കാര്യങ്ങൾക്ക് അത്ര നല്ലതല്ല. ചിലപ്പം ട്രാൻസ്ഫറെല്ലാം ഉണ്ടായേക്കാം. ഇതാണ് മേടമാസത്തിൽ ജനിച്ചവർക്കുള്ള ഫലം. ഇനി ഇടവമാസം ജനിച്ചവർക്കുള്ള ഫലം നോക്കാം. അവർക്ക് ജാനുവരി മാസം വളരെ നല്ലതായിട്ട് കാണുന്നു. ജോലി കിട്ടാം, പ്രൊമോഷൻ കിട്ടാം, പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്ക് പറ്റിയതാണ്. വ്യക്തിപരമായി, ആരോഗ്യപരമായി, കുടുംബപരമായി എല്ലാം നല്ലതാണ്. ജോലി കിട്ടാം, പ്രൊമോഷൻ കിട്ടാം, കേസ് വഴക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും. ആരോഗ്യപരമായിട്ടെല്ലാം നല്ലതാണ്. ടെസ്റ്റ് ഇൻ്റർവ്യൂവിനെല്ലാം നല്ലതാണ്. മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും. ഫെബ്രുവരി മാസം ജോലി കിട്ടാം, പ്രൊമോഷൻ കിട്ടാം, ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്. സമൂഹത്തിലൊരു അംഗീകാരമെല്ലാം കിട്ടും. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. വ്യക്തിപരമായി, ആരോഗ്യപരമായിട്ടെല്ലാം നല്ലതാണെങ്കിലും ദാമ്പത്യപരമായിട്ട് അത്ര നല്ലതല്ല. വിവാഹ കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ കാണുന്നുണ്ട്. പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങൾ, ശത്രുത എവിടെയെങ്കിലും തട്ടിവിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മാർച്ച് മാസവും ജോലി കിട്ടാം, പ്രൊമോഷൻ കിട്ടാം, വ്യക്തിപരമായ കാര്യങ്ങൾക്ക് നല്ലതാണ്. ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ്. പൊതുപ്രവർത്തനത്തിന് പറ്റിയതാണ്. സമൂഹത്തിലൊരു അംഗീകാരമെല്ലാം കിട്ടും. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടുമെങ്കിലും അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മോശം. യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ, പെട്ടെന്നുള്ള അവിചാരിതമായ ചില ആരോഗ്യ പ്രശ്നമോ ശത്രുതയോ തടസ്സങ്ങളോ എന്തെങ്കിലും തട്ടിമുട്ടി വിടുകയോ ഇതിനെല്ലാം സാധ്യതയുള്ളൊരു മാസം കൂടിയാണ്. ഏപ്രിൽ മെയ് മാസങ്ങൾ ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്. സമൂഹത്തിൽ ഒരു അംഗീകാരമെല്ലാം കിട്ടും. കിട്ടേണ്ട പണം എല്ലാം എളുപ്പത്തിൽ കിട്ടും. ജോലി കിട്ടാം, പ്രൊമോഷൻ കിട്ടാം. വ്യക്തിപരമായി, കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലതാണ്. പക്ഷേ അച്ഛനും മക്കളും ഗ്രാൻഡ് പാരൻസുമായിട്ട് ബന്ധപ്പെട്ടതിനൊന്നും നല്ലതല്ല. യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ കാണുന്നുണ്ട്. കുറച്ച് മനസമാധാനക്കുറവ്, ടെൻഷൻ, ട്രാൻസ്ഫർ ഉണ്ടാവുക, ആരെങ്കിലും പറ്റിക്കോ ചതിയിൽപ്പെടാതെയെല്ലാം ശ്രദ്ധിക്കണം. ജൂൺ ജൂലൈ മാസങ്ങൾ ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്. പൊതുപ്രവർത്തനത്തിന് പറ്റിയതാണ്.
സമൂഹത്തിൽ ഒരു അംഗീകാരം കിട്ടും, കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും, കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടുള്ള നല്ല മാസമാണ്. പക്ഷേ അച്ഛനും മക്കളും ഗ്രാൻഡ് പാരൻസും എല്ലാം ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല. യാത്രകളെ കൊണ്ട് പ്രയാസങ്ങളുണ്ട്, അലച്ചിൽ, ആരെങ്കിലും പറ്റിക്കുക, ചതിയിൽപ്പെടുക, ഇതെല്ലാം പെടാതെയെല്ലാം ശ്രദ്ധിക്കണം. പണമെല്ലാം ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോവുക, അനാവശ്യ ചെലവ്, വേണ്ടാത്ത പ്രശ്നത്തിലൊന്നും കൊണ്ട് തലയിടരുത്. ഓഗസ്റ്റ് മാസം ബിസിനസ്സിന് നല്ലതാണ്, വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്, ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ്, പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്, സമൂഹത്തിൽ ഒരു അംഗീകാരമെല്ലാം കിട്ടും, കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും, കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലതാണ്, മാതാവിനും സഹോദരാദികൾക്കും നല്ലതാണ്, വീട് നിർമ്മാണത്തിന് പറ്റിയതാണ്, വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും പറ്റിയ നല്ലൊരു മാസമാണ്. പക്ഷേ അച്ഛനും മക്കളും ഗ്രാൻഡ് പാരൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല. യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ, ചെറിയ മനസ്സമാധാനക്കുറവ്, ആരെങ്കിലും പറ്റിക്കാതെയും ചതിയിൽപ്പെടാതെയെല്ലാം നോക്കണം, എന്തെങ്കിലും കളവ് പോകാതെയെല്ലാം ശ്രദ്ധിക്കണം. വ്യക്തിപരമായിട്ടും അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല. സെപ്റ്റംബർ മാസം ബിസിനസ്സിന് നല്ലതാണ്, വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്, ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ്, പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്, സമൂഹത്തിൽ ഒരു അംഗീകാരമെല്ലാം കിട്ടും, കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടുമെങ്കിലും അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം, മനസ്സമാധാനക്കുറവ്, ടെൻഷൻ, യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ, വ്യക്തിപരമായ ആരോഗ്യപരമായ പ്രശ്നങ്ങളും കാണുന്നുണ്ട്. ഒക്ടോബർ മാസം ബിസിനസ്സിന് നല്ലതാണ്, വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്, ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ്, പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്, സമൂഹത്തിൽ ഒരു അംഗീകാരമെല്ലാം കിട്ടും, കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും, കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്, സഹോദരാദികൾക്കെല്ലാം നല്ല മാസമാണ്. പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണെങ്കിലും വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല. അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല. യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ കാണുന്നുണ്ട്. കേസ് വഴക്കിനൊന്നും പോകരുത്. ടെസ്റ്റ് ഇൻ്റർവ്യൂവിനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം. നവംബർ മാസം ബിസിനസ്സിന് നല്ലതാണ്, വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്, ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ്, പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്, സമൂഹത്തിൽ ഒരു അംഗീകാരമെല്ലാം കിട്ടും, കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും, കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്, ദാമ്പത്യപരമായിട്ട് നല്ലതാണ്, വിവാഹം എല്ലാം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും. പക്ഷേ അച്ഛനും മക്കൾക്കും മാതാവിനും മാസം അത്ര നല്ലതായിട്ടൊന്നും തോന്നുന്നില്ല. യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ, ഭാഗ്യതടസ്സങ്ങൾ, ടെൻഷനെല്ലാം കാണുന്നുണ്ട്. വ്യക്തിപരമായിട്ട് അത്ര നല്ലതൊന്നുമല്ല. വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല. അതിലൂടെ ധനനഷ്ടം സംഭവിക്കാം. ഡിസംബർ മാസം ബിസിനസ്സിന് നല്ലതാണ്, വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്, ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ്, പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്, സമൂഹത്തിൽ ഒരു അംഗീകാരമെല്ലാം കിട്ടും, കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും, കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലതാണെങ്കിലും അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അത്ര നല്ലതൊന്നുമല്ല. യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ, ഭാഗ്യതടസ്സങ്ങൾ, വ്യക്തിപരമായ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളും, ചിലപ്പോൾ വേണമെങ്കിലും തട്ടിമുട്ടിയെല്ലാം ചെയ്യാം. ഇതിനെല്ലാം സാധ്യതയുണ്ട്. ഇതാണ് ഇടവമാസം ജനിച്ചവർക്കുള്ള ഫലം. ഇനി മിഥുനമാസം ജനിച്ചവർക്കുള്ള ഫലം നോക്കാം. ജാനുവരി മാസം ദാമ്പത്യപരമായിട്ട് നല്ലതാണ്, വിവാഹമെല്ലാം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും, കേസ് വഴക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും, ആരോഗ്യപരമായിട്ട് നല്ലതാണ്, ടെസ്റ്റ് ഇൻ്റർവ്യൂ പോലെയുള്ളതിന് നല്ലതാണ്, മത്സര പരീക്ഷകളിൽ വിജയിക്കും, ജോലി കിട്ടാം, പ്രൊമോഷനെല്ലാം കിട്ടാം. പക്ഷേ അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും ഗ്രാൻഡ് പാരൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല. ചിലപ്പം ട്രാൻസ്ഫർ ഉണ്ടായേക്കാം. പറ്റിക്കാതെയും ചതിയിൽപ്പെടാതെയും നോക്കണം. വേണ്ടാത്ത പ്രശ്നത്തെ കൊണ്ട് തലയിടരുത്. യാത്രകളെ കൊണ്ട് ചെറിയ പ്രയാസങ്ങൾ ഉണ്ടാകാം. പെട്ടെന്നുള്ള അവിചാരിതമായ ചില ആരോഗ്യ പ്രശ്നമോ ശത്രുതയോ തടസ്സങ്ങളെല്ലാം അതിൻ്റെ കൂട്ടത്തിൽ കണ്ടേക്കാം. ഫെബ്രുവരി മാസം ബിസിനസ്സിന് നല്ലതാണ്, വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്, ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ്, പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്, സമൂഹത്തിൽ ഒരു അംഗീകാരമെല്ലാം കിട്ടും, കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. പക്ഷേ ട്രാൻസ്ഫർ ഉണ്ടായേക്കാം. ആരെങ്കിലും പറ്റിക്കാതെയും ചതിയിൽപ്പെടാതെയും നോക്കണം. വേണ്ടാത്ത പ്രശ്നത്തിലൊന്നും തലയിടരുത്. ദാമ്പത്യപരമായിട്ട് അത്ര നല്ലതല്ല. വിവാഹ കാര്യങ്ങൾക്കെല്ലാം തടസ്സങ്ങൾ കാണുന്നുണ്ട്. പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട്. മാർച്ച് ഏപ്രിൽ മാസം ജോലി കിട്ടാം, പ്രൊമോഷൻ കിട്ടാം, പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. ബിസിനസ്സിന് നല്ലതാണ്, വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്,
ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്ക് പറ്റിയതാണ്. സമൂഹത്തിൽ ഒരു അംഗീകാരമെല്ലാം കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. സഹോദരാദികൾക്കെല്ലാം നല്ലതാണെങ്കിലും അച്ഛനും മക്കളും ഗ്രാൻഡ് പാരൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല. യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ, ഭാഗ്യ തടസ്സങ്ങൾ, അലച്ചിലുകൾ, ആരെങ്കിലും പറ്റിക്കുകയോ ചതിയിൽപ്പെടുകയോ ഇതിനെല്ലാം സാധ്യതയുണ്ട്. മാർച്ച് മാസത്തിലാണെങ്കിൽ പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നം, ശത്രുത എവിടെയെങ്കിലും തട്ടിമുട്ടി വിടാനും സാധ്യതയുണ്ട്. മെയ് മാസം ജോലി കിട്ടാം, പ്രൊമോഷൻ കിട്ടാം, പുതിയ കർമ്മങ്ങളിൽ ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് നല്ലതാണെങ്കിൽ അച്ഛനും മക്കളും ഗ്രാൻഡ് പാരൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല. യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ, ഭാഗ്യ തടസ്സങ്ങൾ, അലച്ചിലുകൾ, ആരെങ്കിലും പറ്റിക്കുക, ചതിയിൽപ്പെടുകയോ അപവാദങ്ങൾ കേൾക്കുകയോ ഇതിനെല്ലാം സാധ്യതയുണ്ട്. മെയ് മാസമാണ് പറഞ്ഞത്. ജൂൺ മാസം ജോലി കിട്ടാം, പ്രൊമോഷൻ കിട്ടാം, ജൂൺ ജൂലൈ മാസങ്ങൾ ജോലി കിട്ടാം, പ്രൊമോഷൻ കിട്ടാം, പുതിയ കർമ്മങ്ങളിൽ ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്. കുടുംബപരമായ, സാമ്പത്തികപരമായ, വിദ്യാഭ്യാസപരമായ, വ്യക്തിപരമായിട്ടുള്ള നല്ല മാസമാണെങ്കിലും ഒരു മനസമാധാനക്കുറവ്, ടെൻഷനല്ല അതിൻ്റെ കൂട്ടത്തിൽ കാണുന്നുണ്ട്. ആരെങ്കിലും പറ്റിക്കാനും ചതിയിൽപ്പെടാനും ട്രാൻസ്ഫർ എല്ലാം ചിലപ്പോൾ ഉണ്ടായേക്കാം. അനാവശ്യമായ വേണ്ടാത്ത പ്രശ്നത്തിലൊന്നും കൊണ്ട് തലയിടരുത്. അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കണം. ഓഗസ്റ്റ് മാസം ജോലി കിട്ടാം, പ്രൊമോഷൻ കിട്ടാം, പുതിയ കർമ്മങ്ങളിൽ ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. വ്യക്തിപരമായി ആരോഗ്യപരമായിട്ടെല്ലാം നല്ലതാണ്. പക്ഷേ സഹോദരങ്ങളും അച്ഛൻ, മക്കൾ, ഗ്രാൻഡ് പാരൻസ് ഇവരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ല മാസമായിട്ട് തോന്നുന്നില്ല. വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് ചെറിയ പ്രയാസങ്ങൾ കാണുന്നുണ്ട്. മനസമാധാനക്കുറവ്, ടെൻഷനും കാണുന്നുണ്ട്. യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ കാണുന്നുണ്ട്. വിദേശ ഇടപാടുകൾക്കൊന്നും പറ്റിയതല്ല. ആരെങ്കിലും പറ്റിക്കാതെ, ചതിയിൽപ്പെടാതെ, ട്രാൻസ്ഫർ ഉണ്ടാകാതെയെല്ലാം ശ്രദ്ധിക്കണം. സെപ്റ്റംബർ മാസം ജോലി കിട്ടാം, പ്രൊമോഷൻ കിട്ടാം, പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. മാതാവിനും സമയവും നല്ലതാണ്. വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമാണ്. വീട് നിർമ്മാണത്തിന് പറ്റിയതാണ്. കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലതാണെങ്കിൽ കുറച്ച് മനസമാധാനക്കുറവും ടെൻഷനെല്ലാം അതിൻ്റെ കൂട്ടത്തിൽ കാണുന്നുണ്ട്. ഒക്ടോബർ മാസം ജോലി കിട്ടാം, പ്രൊമോഷൻ കിട്ടാൻ, പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. പക്ഷേ സഹോദരാദികൾക്കെല്ലാം നല്ലതാണെങ്കിൽ അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല. മനസമാധാനക്കുറവ്, ടെൻഷൻ, യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ, ഭാഗ്യ തടസ്സങ്ങളെല്ലാം അതിൻ്റെ കൂട്ടത്തിൽ കാണുന്നുണ്ട്. നവംബർ മാസം ജോലി കിട്ടാം, പ്രൊമോഷൻ കിട്ടാൻ, പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. പക്ഷേ കേസ് വഴക്കിനൊന്നും പോകരുത്. ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല. ടെസ്റ്റ് ഇൻ്റർവ്യൂവിനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം. കുറച്ച് മനസമാധാനക്കുറവ്, ടെൻഷനെല്ലാം കാണുന്നുണ്ട്. അച്ഛനും മക്കൾക്കും മാതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ല സമയമായിട്ട് തോന്നുന്നില്ല. യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ കാണുന്നുണ്ട്. വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല. ഡിസംബർ മാസം ജോലി കിട്ടാം, പ്രൊമോഷൻ കിട്ടാൻ, പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹം എല്ലാം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും. പക്ഷേ അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ല മാസമൊന്നുമല്ല. യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ, ഭാഗ്യ തടസ്സങ്ങൾ, മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം, മനസമാധാനക്കുറവ്, ടെൻഷനെല്ലാം അതിൻ്റെ കൂട്ടത്തിൽ കാണുന്നുണ്ട്. ഇതാണ് മിഥുന മാസത്തിൽ ജനിച്ചവർക്കുള്ള ഫലം.